ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൽ ഇപ്പോൾ പുതിയ ജോലി അവസരം വന്നിട്ടുണ്ട്. കോർട്ട് അറ്റൻഡന്റ് എസ്, കോർട്ട് അറ്റൻഡന്റ് എൽ, റൂം അറ്റൻഡന്റ് എച്ച്, സെക്യൂരിറ്റി അറ്റൻഡന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 26/8/2025 മുതലാണ്. അവസാനിക്കുന്നത് 24/9/2025 ഏകദേശം 334 വേക്കൻസികളാണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. കോർട്ട് അറ്റൻഡന്റ് 295 വേക്കൻസികളാണുള്ളത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ആണ് വേണ്ടത്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത പോസ്റ്റ് കോർട്ട് അറ്റൻഡന്റ് എസ് ആണ്. 22 ഒഴിവുകളാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. കോർട്ട് അറ്റൻഡന്റ് എൽ പോസ്റ്റ് വരുന്നത് ഒരു പോസ്റ്റാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ITI, 18 മുതൽ 27 വയസ്സ് വരെയാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് റൂം അറ്റൻഡന്റ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI, 13 വേക്കൻസികളാണ് വരുന്നത്. 18 മുതൽ 27 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് സെക്യൂരിറ്റി അസിസ്റ്റന്റ്, 3 ഒഴിവുകളാണ് വരുന്നത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ആണ് ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. എല്ലാ പോസ്റ്റുകൾക്കും 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. അപ്ലൈ ചെയ്യുന്നത് dssbonline.nic.in വഴിയാണ്. 100 രൂപയാണ് ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിനും SC/ST PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. എക്സാം നടക്കുന്നത് 2 ഫേസിലായിട്ടായിരിക്കും. ടയർ 1ന് 100 മാർക്കിന്റെ MCQ ആയിരിക്കും ഉണ്ടായിരിക്കുക. 150 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ടയർ 2ന് 15 മാർക്കിന്റെ ഇന്റർവ്യൂ ആയിരിക്കും നടക്കുക. SC/ST OBC PWD കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 2/1/1998 മുതൽ 1/1/2007 വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. 18 മുതൽ 27 വയസ്സ് വരെയാണ് വരുന്നത്. റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. സോ ഫ്രണ്ട്സ്, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. പുതിയ ജോബ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.